ദെൻ നെക്സ്റ്റ് വൺ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഇൻ വേജ് പേയ്മെൻറ്റ്. അതായത് വേജ് പേയ്മെൻറ്റിൽ വരുന്ന ഫ്രോഡ്, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രോഡ് നമുക്ക് ഉണ്ടായിരിക്കാം. സോ അത്തരം ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, സ്ട്രിക്റ്റ് കൺട്രോൾ ഷുഡ് ബി എക്സസൈസ്ഡ് ഓവർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഫ്രോഡ്. അതായത് നമുക്ക് ഫ്രോഡുകൾ ഒഴിവാക്കാൻ, അതായത് നമുക്കുണ്ടാകുന്ന ഫ്രോഡ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിക്റ്റ് കൺട്രോൾ അവിടെ കൊണ്ടുവരണം. ഓക്കെ, വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രിക്റ്റ് കൺട്രോൾ കൊണ്ടുവരണം. അത് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അവിടെ ആ ഒരു ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബാഡ്ജ് നമ്പർ. എന്താണ്, എവരി വർക്കർ ഷുഡ് ബി ഗിവൻ ആൻ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടെയ്നിങ് പെർട്ടിക്കുലേഴ്സ് ലൈക്ക് നെയിം, നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ്, ഫോട്ടോഗ്രാഫ്സ് എക്സെട്ര. അതായത് ഓരോ വർക്കേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ വർക്കേഴ്സിനും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യണം. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം, അവരുടെ പേര്, അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോട്ടോ, അവരുടെ ഫോട്ടോ, ഇതൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഐഡൻറ്റിറ്റി കാർഡിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുപോലെ ഈ ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, നമ്മൾ വേജ് പേയ്മെൻറ്റ് ടൈമിൽ ആ ഒരു പേയ്മെൻറ്റ് സമയത്ത് എന്ത് ചെയ്യണം, അവർ ഈ ഐഡൻറ്റിറ്റി കാർഡ് അവിടെ സറണ്ടർ ചെയ്യും വേണം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വേജ് പേയ്മെൻറ്റ് നടത്തുള്ളൂ. സോ അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് അടുത്തായിട്ട് പറയുന്നത് വെരിഫിക്കേഷൻ. എൻട്രീസ് ഇൻ ദ പേറോൾ ഷുഡ് ബി വെരിഫൈഡ് വിത്ത് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് റെക്കോർഡ്സ്. അതായത് പേറോളിൽ വരുന്ന എൻട്രീസ് എന്ത് ചെയ്യണം, നമ്മൾ വെരിഫൈ ടൈം കീപ്പിങ്ങിനും ടൈം ബുക്കിങ്ങിനും റെക്കോർഡ്സിനും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പേറോൾ നമ്മളവിടെ പേറോളിൽ വരുന്ന എൻട്രീസ് നമ്മളവിടെ വെരിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സർട്ടിഫൈ. എന്താണ് സർട്ടിഫൈന് പറയുന്നത്, the payroll prepared should be scrutinized and certified by a person authorized to do it and countersigned by the work manager. എന്താണ് പറയുന്നത്, ആ ഒരു പേറോൾ എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്യണം. ഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യണം, ആ ഒരു പേറോള് പ്രിപ്പയർ പേറോള് സ്ക്രൂട്ടനൈസ് ചെയ്യണം. അതുപോലെ അദ്ദേഹം അത് സർട്ടിഫൈ ചെയ്യും വേണം. മാത്രമല്ല വർക്ക് മാനേജർ എന്ത് ചെയ്യണം, അത് കൗണ്ടർ സൈനും ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻറ്റേർണൽ ചെക്ക്. എന്താണ്, അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് അവിടെ ആവശ്യമാണ്. അതായത് ഒരാൾ ചെയ്ത വർക്ക് എന്ത് ചെയ്യണം, മറ്റൊരാൾ ചെക്ക് ചെയ്യണം. അതാണ് ഇൻറ്റേർണൽ ചെക്കിൽ പറയുന്നത്. ദെൻ പ്രസൻസ് ഓഫ് എക്സിക്യൂട്ടീവ്. എന്താ പറയുന്നത്, പ്രസൻസ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേജ് പേയ്മെൻറ്റ് സമയത്ത് എക്സിക്യൂട്ടീവിൻ്റെയും അതുപോലെ തന്നെ ഫോർമാൻ്റെയും പ്രസൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു വേജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്. ഓക്കെ, എക്സിക്യൂട്ടീവ്, ഡിസറബിൾ സീനിയർ എക്സിക്യൂട്ടീവ് അതുപോലെ ഫോർമാൻ്റെ പ്രസൻസിലായിരിക്കണം, അതായത് നമ്മൾ ആ ഒരു വേജ് പേയ്മെൻറ്റ് അവിടെ നടത്തേണ്ടത്. ദെൻ അടുത്ത് പറയുന്നത് പേയ്മെൻറ്റ് ടു പേഴ്സൺ കൺസേൺഡ്. പേയ്മെൻറ്റ് ടു പേഴ്സൺ കൺസേൺ. വേജസ് ഷുഡ് ബി പെയ്ഡ് ടു വർക്കേഴ്സ് ദംസെൽസ് പേഴ്സണലി ആൻഡ് നോട്ട് ടു ദെയർ ഫെല്ലോ വർക്കേഴ്സ്. അതായത് നമ്മൾ വേജ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ആ ഒരു വർക്കർക്ക്, ആ ഒരു പെർട്ടിക്കുലർ ഏത് എംപ്ലോയിക്കാണോ ഉള്ളത് കൊടുക്കുന്നത്, ആ പെർട്ടിക്കുലർ എംപ്ലോയിയുടെ കയ്യിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ടത് പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ മറ്റൊരു വർക്കറുടെ കയ്യിൽ അത് എന്ത് ചെയ്യരുത്, കൊടുത്തുവിടുക അല്ലെങ്കിൽ ഏൽപ്പിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം പാടില്ല. ഇതിൽ നേരിട്ട് തന്നെ ആ ഒരു വർക്കർക്ക് തന്നെ നേരിട്ട് ആയിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, അൺക്ലെയിംഡ് വേജസ്. അൺക്ലെയിംഡ് വേജസ് എന്ന് പറയുമ്പോൾ ദ എൻവലപ്പ് വിച്ച് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു വർക്ക്. അതിന് മുമ്പ് എൻവലപ്പ് പറയുന്നുണ്ട്. എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ വേജ് എൻവലപ്പ് ഫോർ ഈച്ച് വർക്കർ. ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ക്യാഷ് പേയബിൾ ടു ഈച്ച് വർക്കർ ഷുഡ് ബി പുട്ട് ഇൻ ടു ഇൻഡിവിജ്വൽ എൻവലപ്പ്. എന്താണ്, എൻവലപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഓരോ വർക്കേഴ്സിനും അവരുടെ വേജസ് കൊടുക്കേണ്ടത്. ആ ഒരു വർക്കർക്ക് കൊടുക്കുന്ന എമൗണ്ട് വേജസ് എന്ത് ചെയ്യണം, ആ ഒരു എൻവലപ്പിൽ ഉണ്ടായിരിക്കണം. ദെൻ അൺക്ലെയിംഡ് വേജ്. ദ എൻവലപ്പ് വിച്ച് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ വർക്കേഴ്സ് റെപ്രസെൻറ്റ് ദി അൺക്ലെയിംഡ് ഓർ അൺഡിസ്ട്രിബ്യൂട്ടഡ് വേജസ്. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ആ ഒരു എൻവലപ്പ് നമ്മൾ ക്യാഷൊക്കെ, അതായത് അവരുടെ വേജസൊക്കെ ഇട്ടിട്ട് നമ്മൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ച ഒരു എൻവലപ്പാണ്. പക്ഷെ എന്തല്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, എന്തെങ്കിലും കാരണവശാൽ അൺക്ലെയിം ചെയ്തിട്ടുള്ളൊരു വേജസ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ലീവായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദീസ് എൻവലപ്പ് ഷുഡ് ബി റിട്ടേൺ ടു ദി ആബ്സെൻറ്റ് വർക്കേഴ്സ് ഷുഡ് ബി മെയ്ഡ് ടു ഗോ ടു ദ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടു റിസീവ് ദെയർ വേജസ്. അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എംപ്ലോയിക്ക് ആ ഒരു വേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് അവിടെ വേണം ചെയ്യേണ്ടത്, ആ വേജസ് റിസീവ് ചെയ്യാൻ. ഓക്കെ, പിന്നെ പറയുന്നത് നെക്സ്റ്റ് വൺ, പീസ് വർക്ക് വേജസ്. പീസ് വർക്ക് വേജസ് എന്ന് പറയുമ്പോൾ ഇഫ് ദ വേജസ് ആർ പെയ്ഡ്
അക്കോർഡിംഗ് ടു പീസ് റേറ്റ്. ഇനിയിപ്പോൾ വർക്കേഴ്സിന് പീസ് റേറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, പീസ് റേറ്റ് ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ എ കോമ്പീറ്റന്റ് ഇൻസ്പെക്ടർ. എന്താണ് ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് എന്ത് ചെയ്യണം, ആ ഒരു കോമ്പീറ്റൻ്റ് ഇൻസ്പെക്ടർ അത് സർട്ടിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ പേയ്മെൻറ്റ് ടു ഔട്ട് വർക്കേഴ്സ്, അതായത് വർക്കിംഗ് സൈറ്റിലുള്ള എംപ്ലോയീസ്, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പ്രിമൈസസിലുള്ള വർക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ആ ഒരു ഹെഡ് ഓഫീസിലുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം അവരുടെ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ. ദെൻ പേയ്മെൻറ്റ് ടു കാഷ്വൽ വർക്കേഴ്സ്. കാഷ്വൽ വർക്കേഴ്സ് ഷുഡ് ബി പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ഓഫീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് കാഷ്വൽ വർക്കേഴ്സിനുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അത് അപ്പോയിൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് ഓഫീസിലുള്ള അപ്പോയിൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും ഡയറക്റ്റ്ലി അവർക്ക് ആ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ എക്സ്ക്ലൂഷൻ ഓഫ് കാഷ്യർ. ദ കാഷ്യർ ഷുഡ് നോട്ട് ഹാവ് എനി ഹാൻഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് പേറോൾ. പേറോളിൽ എന്താണ് ഈ കാഷ്യർ അവിടെ ഇൻക്ലൂഡഡ് ആവുന്നില്ല. ദെൻ ഓവർ ടൈം പ്രീമിയം. ദ പേയ്മെൻറ്റ് ഓഫ് ഓവർ ടൈം പ്രീമിയം ഷുഡ് ബി കെയർഫുള്ളി കൺട്രോൾഡ് ആൻഡ് ചെക്ക്ഡ്. എന്താണ് ഓവർ ടൈം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ത് ചെയ്യണം, അത് കെയർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യും വേണം, അതുപോലെ ചെക്ക് ചെയ്യും വേണം. ഓക്കെ. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ്, റിക്വസിഷൻഡ് ആൻഡ് വിത്ത് എഫക്റ്റീവ് supervision of overtime work. Overtime premium should be paid only after verifying all the requirements. എന്താണ് നമ്മൾ ഓവർ പ്രീമിയം കൊടുക്കുമ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്ത എംപ്ലോയീസ്, അതായത് അവർ പറഞ്ഞിരിക്കുന്ന സമയത്തിൽ കൂടുതൽ സമയം വർക്ക് ചെയ്ത എംപ്ലോയീസ് ആണ് എന്ത് ഓവർ ടൈം വർക്ക് ചെയ്ത എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ അത്തരം എംപ്ലോയീസിന് നമ്മൾ പേയ്മെൻറ്റ് നടക്കുമ്പോൾ എന്താണ് അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും വേണം, അതുപോലെ ചെക്ക് ചെയ്യും വേണം. ഓക്കെ. അത് ഓതറൈസ് ചെയ്ത് ഒക്കെ എഫക്റ്റീവായിട്ടുള്ളൊരു സൂപ്പർവിഷൻ അവിടെ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഫ്രോഡ്, വേജ് പേയ്മെൻറ്റിൽ വരുന്ന ഫ്രോഡ് ഒഴിവാക്കാൻ, പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഓക്കെ.